ഷാരോൺ വധക്കേസിലെ നിർണായകമായ ഒരു വഴിത്തിരിവുണ്ടാക്കിയതാണ് സജിൻ സജിൻ. എന്താ പറയുക, ഈ ഒരു കേസിൽ സംശയം തോന്നാൻ കാരണം അന്ന് ഹോസ്പിറ്റലിലായിരുന്ന സമയത്ത് ചേട്ടൻ എന്നോട് പറഞ്ഞത് കൂട്ടി പിടിച്ചെന്നൊക്കെയാണ്. നമ്മളതിൽ സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നില്ല. അപ്പോ രജിന് കൂടെ പോയിട്ടുണ്ടത് രജിനാണല്ലോ. അപ്പൊ രജിനെ ഞാൻ ഫോൺ വിളിച്ചായിരുന്നു അന്ന്. അപ്പൊ അവനാണ് എന്നോട് പറഞ്ഞത് അവിടെ നിന്ന് അവള് കഷായം കൊടുത്തെന്നുള്ള കാര്യം ചേട്ടൻ രജിനോട് പറഞ്ഞത് ഡയറക്റ്റ് ആയിട്ട്. അപ്പൊ ആ കാര്യങ്ങൾ എന്നോട് രജിന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഞാൻ നേരെ ഗ്രീഷ്മേനെ വിളിക്കാനുണ്ടായിരുന്നു. ഗ്രീഷ്മേനെ വിളിക്കുമ്പോൾ ഗ്രീഷ്മ എന്നോട് പറഞ്ഞു അതെ ഞാൻ കഷായം കൊടുത്തു, കോകിലക്ഷം കഷായം കഷായമാണ് കൊടുത്തത്. അതിനുശേഷം ആ കയ്പ് മാറാൻ വേണ്ടിയിട്ട് ഒരു പ്രോട്ടീൻ കൊടുത്തു, ഒരു മാസാമറിന് കൂട്ടി കൊടുത്തെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു ശരി കോകിലക്ഷം കഷായം അതിന്റെ ഒരു ബോട്ടിലിന്റെ ഒരു ഫോട്ടോ അയച്ചു തരൂ. അല്ല ആദ്യം എൻ്റെ ഒരു പേര് പറഞ്ഞില്ല, ഏത് കഷായമാണെന്ന് പേര് പറഞ്ഞില്ല. ഞാൻ ചോദിച്ചു അതിന്റെ ഒരു ബോട്ടിലിന്റെ ഫോട്ടോയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. എനിക്ക് അയച്ചു തരാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെ അയച്ചു തന്നത് കോകിലാക്ഷൻ കഷായം എന്ന് പറയുന്ന ഒരു ഫോട്ടോയാണ്. പക്ഷെ അത് ഗൂഗിളിൽ നിന്ന് എടുത്തൊരു സ്ക്രീൻഷോട്ട് ആയിരുന്നു. ഞാൻ ചോദിച്ചത് ലൈവ് ആയിരുന്നു, ലൈവ് ഫോട്ടോ എനിക്ക് വേണ്ടതെന്നോ. അപ്പൊ അയച്ചത് പറയുന്നതും അയക്കുന്നതും കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി കള്ളത്തരമാണ് പറയുന്നത്. അപ്പൊ അവിടെ നിന്നാണ് നമുക്ക് സംശയം തോന്നി തുടങ്ങിയത്. അപ്പോഴത്തേക്കും നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ഡോക്ടറിനോട് പറയും, ഡോക്ടർ നേരെ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുകയും അങ്ങനെയാണ് കേസ് ഇങ്ങനെ ഇപ്പോ 2 വർഷമായി. ഇന്ന് തിങ്കളാഴ്ച വിധിയാണ് ഈ കേസിന്റെ. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യും. ഞാനും ചേട്ടനും ചെറുപ്പം മുതലേ ജനിച്ചപ്പോൾ മുതലേ കളിച്ചു വളർന്നതാണ് ഒരുമിച്ച്. ഇവരുമായിട്ടുള്ള ബന്ധമൊക്കെ അറിയായിരുന്നു. എല്ലാത്തിനും ഇവര് സ്റ്റാർട്ട് ചെയ്യുന്നത് മുതൽ എല്ലാത്തിനും എനിക്കറിയാം. 2 വർഷമായിട്ടുള്ള റിലേഷൻഷിപ്പാണ്. അതെങ്ങനെയായിരുന്നു റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് കണ്ടുമുട്ടുന്നത് ബസ് സ്റ്റാൻഡിൽ വെച്ചാണ്. പിന്നെ പോകുന്നത് വരുന്നതും ഒരുമിച്ചാണ്, ബസ്സിലാണ് ഒരുമിച്ച് പോയിട്ട് വരുന്നത്. അപ്പൊ ഞാനും കൂടെ പോകാറുണ്ട്. ഗ്രീഷ്മ ഞാനും ഗ്രീഷ്മയ്ക്ക് നമ്മളെ ഫാമിലിയിൽ കോണ്ടാക്ട് ഉണ്ടെങ്കിൽ അത് തന്നെയാണ്. ഞാനും അവളും സംസാരിച്ചിട്ടുണ്ട്, നേരിട്ട് അറിയാം. പക്ഷെ ഒരിക്കലും ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം അവൾക്ക് സതീശൻ എന്ന് പറയുന്ന ഒരു ആർമി ഉദ്യോഗസ്ഥനായിട്ട് കല്യാണം ആലോചിക്കുന്നുണ്ട്. സോ